പിന്നിവിടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവരാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനം നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മേഖല, ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതാണ് പ്രധാനമായി ഉയർന്നു വരേണ്ടത്. ഇപ്പോൾ മനഃശാസ്ത്ര രംഗത്തുള്ളവരുണ്ടാവും, അവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ എങ്ങനെ നേർവഴിക്ക് നയിക്കാനാവും, അത് സംബന്ധിച്ച കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാവും, കുട്ടികളുടെ ബോധത്തെ കലാരൂപങ്ങളിലൂടെ ശുദ്ധീകരിച്ച് നന്മയിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് പറയാനുണ്ടാവും. വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിനിധികളുണ്ട്. പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ടാവും. വിദ്യാർത്ഥികളുമായി ഏറ്റവുമധികം ഇടപഴകുന്നവരാണ് അധ്യാപകർ. അധ്യാപക സമൂഹത്തിൻ്റെ പ്രതിനിധികൾക്ക് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടോ, ക്രിയാത്മകമായി ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പുതുതായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ സാധാരണഗതിയിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ നല്ലവണ്ണം പഠിപ്പിക്കുന്നവരാണ്. ആ പഠിപ്പിക്കുന്ന രീതികൾ സാധാരണ നിലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രം മതിയോ? ഇന്നത്തെ കാലത്ത് അധ്യാപകരാകെ അല്ലെങ്കിൽ അധ്യാപകരിൽ ചിലർ പ്രാഥമികമായി മനഃശാസ്ത്ര കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നവരായി മാറണ്ടേ? അപ്പോൾ ഈ കുട്ടികളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തി അധ്യാപകർക്ക് ഉണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ പ്രത്യേക പരിശീലനം വേണ്ടി വരും. അത്തരം കാര്യങ്ങൾ എന്താണ് അധ്യാപകർക്കുള്ള പ്രതികരണം?